ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടകത്തിന് ക്യാപ്ചർ ചെയ്യേണ്ട ഒരു ടൂളാണ് ക്യാമറ എന്നുള്ളതാണ് കുറേ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും കമേഴ്ഷ്യൽ സിനിമയിൽ നടക്കുന്നതാണ്. കാരണം അതിൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരു സിനിമ ഒരു ഡിഫറെൻറ്റ് ഫോം ആണെന്നുള്ളതല്ലേ. നാടകത്തിൽ നിന്നോ മറ്റതിൽ നിന്നോ വ്യത്യസ്തമായിട്ട് സിനിമ വേറൊരു പിന്നെ എന്താ പറയുക ഫോം എന്നല്ലേ പറയാതെ ആ ഫോം ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭാഷയുണ്ട്. അതെ, അത് വേറെ തന്നെയാണ്. അത് കണ്ടുപിടിക്കാൻ പല ആൾക്കാർക്കും പറ്റിയിട്ടേ ഇല്ല ശരിക്കും. അപ്പോൾ അത് യൂറോപ്യൻ സിനിമ ഉണ്ടായിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അവർ പിന്നെ നാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതിൽ നിന്നോ മാറിയിട്ട് സിനിമ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു എൻറ്റിറ്റി ആണെന്നല്ലേ. അത് മാറ്റാൻ അവർക്ക് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് അത്രയും പറ്റിയിട്ടില്ല. ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പല ഇതും, പക്ഷെ അതങ്ങനെ ആയില്ല. അപ്പം അരവിന്ദൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റിക് ഫോം കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ കാഞ്ചൻ സീതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമയാണ്. അത് അങ്ങനെ ആരോ സിനിമ എടുക്കാൻ പറ്റുമോ? അത് ശ്രീകണ്ഠൻ നായരുടെ പിന്നെ നാടകം. അതിനകത്ത് ഇങ്ങനെ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ്, ഇങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുന്ന ഡയലോഗുള്ളത് സിനിമ എടുത്ത് ഒരു ഡയലോഗില്ല. അതാണ് ഡയലോഗ് ഇല്ല, നമുക്ക് ഫീലും ചെയ്യുന്നില്ല. ഇല്ല അത് നമ്മളിങ്ങനെ, അതാണ് ഈ ഞാൻ പറഞ്ഞത് വിഷ്വൽ ഭാഷ ഉണ്ടാക്കാനായി. അത് സ്വന്തമായിട്ടുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ. ഡയലോഗിനെ ആരും വെയിറ്റ് ചെയ്യുന്നില്ല അരവിന്ദന്റെ സിനിമ എന്നുള്ളതാണ് അതിന്റെ ഒരു. അതുപോലെ അടൂർ സാറിന്റെ സിനിമകളുണ്ട്. വേലിപ്പത്തായം സാധ്യ സിനിമയാണ്.